സൈക്കോ ആംഗ്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് നിസാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി കാളാഞ്ചിയെ പിടിക്കുന്നൊരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ ഇൻട്രോ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോപ്രയിലുണ്ടായിരുന്ന ഒരുപാട് വീഡിയോസ്, അതായത് കാളാഞ്ചിയെ പിടിക്കുന്ന ഗോപ്രയിലുണ്ടായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ സ്ട്രൈക്കും കാര്യങ്ങളും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ഗോപ്രോ വരുന്നതിന് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗോപ്രോൻ്റെ മെമ്മറി കാർഡ് നമുക്ക് പണി തന്നു, അതിൽ നമ്മൾ ഗോപ്രോൻ്റെ വീഡിയോസൊക്കെ നഷ്ടപ്പെട്ടു. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ കാളാഞ്ചിയെ പിടിക്കുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഒറ്റ മിനിറ്റ്, നമ്മുടെ വീഡിയോസ് ഒരുപാട് സുഹൃത്തുക്കൾ കാണുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ചിക്ക കേട്ടോ. 80 ഗ്രാം വെയിറ്റ് വരുന്ന ലുക്കാനയുടെ ചിക്കയാണ്. അതോടൊപ്പം തന്നെ അതിന് നമ്മൾ അസിസ്റ്റ് ഹുക്കല്ല, ട്രിപ്പിൾ ഹുക്കാണ്, പ്രത്യേകയുടെ ട്രിപ്പിൾ ഹുക്കാണ് ഇട്ടുള്ളത്. ഒരു സ്യൂൽ അറ്റാച്ച് ചെയ്തിട്ട് ലെങ്ത്ത് കൂട്ടിയിട്ടാണ് ഇട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു അസിസ്റ്റ് ഹുക്ക് കൂടെ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സംഭവം നമ്മൾ വാമീന് വേണ്ടിയിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. വാമീൻ്റെ ആക്ടിവിറ്റി ഇവിടെ കാണാറുണ്ട്, ഈ ഒരു സ്പോട്ടിൽ വാമീൻ്റെ ആക്ടിവിറ്റി കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ടോപ്പിൽ ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജിഗ് യൂസ് ചെയ്ത് നോക്കുക. സംഭവം മീൻ ഉണ്ടാവും ഇവിടെ താഴത്തായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ല, നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 80 ഗ്രാമിൻ്റെ ചിക്ക് കാസ്റ്റ് ചെയ്യണതുകൊണ്ട് തന്നെ നമ്മൾ തമ്പിൽ ഇതേപോലെ തന്നെ ഒരു ഗ്ലൗ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് 0.28 mm ആണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ തട്ടി കീറാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും വെയിറ്റുള്ളൊരു ജിഗ് കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൈ പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മുന്നൊരുക്ക പണി കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടോ കൈ ഇവിടെ ഒരട്ടം കീറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്ലൗ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന റീലെന്ന് പറഞ്ഞത് ഷിമാനോയുടെ ആക്സ് ആണ്. നമ്മൾ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം ആക്സ് റീലാണ്. അതിനകത്ത് ജോഫ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 0.28, അതായത് 28 mm വരുന്ന ബ്രൈഡാണ് ഇതിനകത്ത് കയറ്റിയിട്ടുള്ളത്. മൾട്ടി കളറാണ് വരുന്നത്. പിന്നെ അതുപോലെ റീൽ വരുന്നത് നമ്മുടെ ലൂക്കാനയുടെ ബ്ലാക്ക് റിവറിൻ്റെ ഹാൻഡ് ഫീറ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള ലീഡർ ലൈൻ പൈനിയറിൻ്റെ 92 mm സൈസ് വരുന്ന ലീഡർ ലൈനാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം ആക്ടിവിറ്റി ടോപ്പിൽ ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല. അപ്പം മിക്കവാറും ഡെപ്തിൽ നിന്നായിരിക്കും നമുക്ക് മീനുണ്ടാവും. അപ്പോൾ ഡെപ്തിൽ നിന്ന് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജിഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഒരു തോണിക്കാരൻ പോയിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വാമീനെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രാഗ് മാക്സിമം ഒരു 50% ലൂസാക്കി വെക്കുക. കാരണം വെള്ളത്തിൽ ഓടിക്കളിക്കുന്ന മീനാണ്. അപ്പോൾ ഡ്രാഗ് ഫുൾ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ മീനടിച്ച് മിസ്സാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തന്നെ ചിലപ്പോൾ ഈ ഭാഗത്ത് ഞാൻ നിന്നീന്ന കല്ലിൻ്റെ അപ്പുറത്തേക്ക് നിന്നോ. ഷാൾമൻ തന്നെ ആയിരിക്കും എൻ്റെ ആഗ്രഹമല്ലേ.
നോക്ക് നോക്ക്. പിന്നെ കൂടെ ഇറങ്ങാൻ പറ്റുമോ? അവിടെ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാവിടാ. ഒന്നിലല്ലെങ്കിൽ മൂന്നെണ്ണത്ത് വേറെ രണ്ടെണ്ണുണ്ട്. ഇങ്ങോട്ട് നിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. ബാബു നോക്കിട്ട് അവിടെ വഴുക്ക് പോയ കല്ല്. ഒരാൾ ഹെവി സാധനം, ഹെവി സാധനം. ഫാസ്റ്റ് കാളാഞ്ചിനെ നോക്കിയാലോ വീഡിയോക്ക് അത് കാണിച്ചോട്ടെ. കൂട്ടുകാരനെ അതാണ് ചെറിയ ഒക്കെയാണ്. തൂക്കി നോക്കാലോ. ബാറ്ററി എടുത്തിട്ട് വരാം. ആദ്യത്തെ ബാറ്ററി എസിന്റെ കിട്ട് മുതലേ കൂട്ടായി വേണ്ടി വാങ്ങിയിട്ടാണ്. ഒന്ന് പൊന്തിച്ചാ ഇസാമേ. ബാബു കുറച്ചും കൂടെ നേടാ. നമുക്ക് ഇതൊന്ന് കാണിച്ചു. സംഭവം സാൾമണ് കാസ്റ്റ് ചെയ്തിട്ടാ. ജിഗിയില് നമുക്ക് കാളാഞ്ചി കയറിയുണ്ട്. ഇത് കണ്ടില്ല ജിഗില് ഒരിക്കലും പ്രതീക്ഷയില്ല. സംഭവം നമ്മൾ കാളാഞ്ചി കാസ്റ്റ് ചെയ്ത് സോറി സംഭവം നമ്മൾ റാമീന് വേണ്ടി കാസ്റ്റ് ചെയ്ത് ആക്ടിവിറ്റി ഒന്നുമില്ല. 2 ദിവസം മുന്നൊക്കെ നല്ല ആക്ടിവിറ്റി ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജിഗ് എടുത്ത് ഒന്ന് കാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്താണ് നമുക്കിത് ഈ ഒരു കാളാഞ്ചി കയറി പിടിച്ചത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവന്റെ എത്ര ഗ്രാമിന്റെ ഇത് 80 ഗ്രാമിന്റെ ജിഗ് കേട്ടോ. 80 ഗ്രാമിന്റെ ജിഗിനകത്ത് നമ്മളൊരു സ്റ്റീലും അതുപോലെ ടച്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, എന്തായാലും നമുക്ക് മാറ്റിയിട്ട് നല്ല ലോക്കനാണ്. ഞാനും എന്റെ പ്രതീക്ഷിക്കണേ. ആ ഇന്നലെ ഞങ്ങള് പറഞ്ഞിട്ടുള്ളൂ, കടയിൽ പോയപ്പോ സാധനം വാങ്ങിക്കാൻ പോയപ്പോഴേ പറഞ്ഞിട്ടുള്ളൂ എനിക്കൊരു ഷാൽമനെ പിടിക്കണം. ഇങ്ങനെ കാണിച്ചാ
കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ജിഗിനകത്താട്ടാ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് നമുക്ക് കാളാഞ്ചി ജിഗിനകത്ത് കിട്ടുന്നത്. നിങ്ങളും കണ്ടിട്ടുണ്ടാവുമെന്നൊന്ന് അറിഞ്ഞൂടാ, എങ്കിലും കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് ഈ ജിഗിനകത്ത് കാളാഞ്ചി പിടിക്കുന്നത് കാണുന്നതെങ്കിൽ. ഓക്കെ, ഞാനിതുവരെ കണ്ടിട്ടില്ല, നമ്മളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു അടിപൊളി കാളാഞ്ചി ഈ ഒരു ജിഗിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അടിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ നമ്മളൊരു അസിസ്റ്റൂക്ക് അല്ല കൊടുത്തുള്ളത്, നമ്മൾ കൊടുത്തുള്ളത് ത്രിബ്ലൂക്കാണ്, PK കട ത്രിബ്ലൂക്കാണ് കൊടുത്തുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു സ്പ്ലിറ്റിങ്, പിന്നെ ഒരു സ്യൂവൽ, പിന്നെ ഒരു സ്പ്ലിറ്റിങ്, പിന്നെ ടോപ്പിലൊരു ജിഗ് അസിസ്റ്റൂക്ക് ഉണ്ടായിരുന്നു സിംഗിൾ, അത് പൊട്ടി പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം നല്ല ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ ടൈപ്പിൽ സ്യൂവൽ ആഡ് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്ററിങ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസ്റ്റാർഡിൻ്റെ ഫാസ്റ്റ് ടാച്ച് ഉണ്ട്, പിന്നെ പൈനിയറിൻ്റെ ലീഡർ ലൈൻ. ഓക്കെ, പിന്നെ നമ്മുടെ കാളാഞ്ചി കൂടുതലായിട്ട് പിടിച്ചിട്ടുള്ള റീൽ തന്നെ കേട്ടോ. സെയിം റീല് പഴയ AX ആണ്. മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാളാഞ്ചി നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ വിചാരിക്കാതെ കിട്ടിയുള്ള കാളാഞ്ചിയാണ് നമുക്ക്. അപ്പോൾ അതെ, ഈ ഒരു AX മെഷീനകത്താണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൽ നമ്മൾ സ്പൂൾ ചെയ്തിട്ടുള്ള ബ്രൈഡൽ ലൈൻ എന്ന് പറഞ്ഞത് 28 mm വരുന്ന ജോഫ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രൈഡൽ ലൈൻ. അത് നമ്മൾ മുന്നേ AliExpress എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റോഡ് വരുന്നത് ബ്ലാക്ക് റിവർ ലൂക്കാനയുടെ ബ്ലാക്ക് റിവറാണ്, 9 feet ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫിഷിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മീൻ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്, വലയിൽ ഇറക്കിയിട്ട് ഇതായിരിക്കുന്നത്. അതിന് എടുക്കാൻ ഇറങ്ങുന്നുണ്ട്. കല്ലവിടെ ഇട്ടോളാം.